ഹലോ നമസ്കാരം. ഇന്നത്തെ എൻ്റെ റിവ്യൂ ആട്ടം എന്ന സിനിമയെ പറ്റിയാണ്. അപ്പോൾ ആട്ടം ആമസോൺ പ്രൈമിൽ കാണാൻ സാധിക്കും. ആട്ടം എന്നുള്ള സിനിമ ശരിക്കും ഒരു ഫെസ്റ്റിവൽ ഫിലിമാണ്. അതുപോലെ തന്നെ ഒരു ക്രിട്ടിക്കലി അക്ലെയിംഡ് ഒരു ഫിലിമാണ്. സോ അങ്ങനെ ഒരു കമേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രൊമോഷൻസും കാര്യങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ബട്ട് ഐ വുഡ് ഹൈലി റെക്കമെൻഡ് വാച്ചിങ് ദിസ് ഫിലിം because of the making, because of the excellent storytelling, and because of the excellent writing and direction. So the writing and direction is by Anand Karshi, and Anand sir, you've done a fantastic job with the writing and the direction. പറയുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ സ്റ്റോറി ഈസ് അബൌട്ട് സംതിങ് ദാറ്റ് ഓപ്പൺസ് ദി ഐസ് ടു സൊസൈറ്റി, something that happens in society, and it's again the main theme is basically a woman in a man's world, and here the world is theatre. അപ്പോൾ തിയേറ്റർ വേൾഡിൽ ഒരു സിംഗിൾ വുമൺ among a whole group of other actors. There are 13 actors and she's the only female in the entire group, and she's been in this group for a very very long time. From the time she was a teenager, she's been with this group, and it's like a very close-knit group. So the story revolves and starts in this group, and how something very untoward happens, and more than what happens, that is what incites the whole screenplay. പക്ഷേ മോർ ദാൻ വാട്ട് ഹാപ്പൻസ് കാണാനുള്ളത് ഇത് സംഭവിച്ചതിന് ശേഷം എങ്ങനെയാണ് എല്ലാവരുടെയും റിയാക്ഷൻസ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിൽ സംഭവിക്കുന്നത് ഒരു തികച്ചും കുറ്റാർഹമായ ഒരു കാര്യം, തികച്ചും ക്രിമിനലായിട്ടുള്ള ഒരു കാര്യം, ആൻഡ് എ വെരി അൺഫെയർ തിങ് ഹാപ്പൻസ്, ആൻഡ് ദാറ്റ് ഈസ് ദ മെയിൻ ഇൻസിഡൻറ്റ് ദറ്റ് ഈസ് ഇൻസൈറ്റിംഗ് ദിസ് എൻറ്റയർ സ്ക്രീൻ പ്ലേ. So the interesting thing is what happens after that, all the discussions that happen after that, and how these other 12 actors, apart from the victim who is played by Zareen Shihab beautifully, how they react, അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ആ ഫുൾ സിനിമ പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഓരോരുത്തരുടെയും വോയിസ് ഈസ് ലൈക്ക് ദ വോയിസ് ഓഫ് സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റി ഇങ്ങനെ ഒരു സിറ്റുവേഷനെ എങ്ങനെ കാണും? അപ്പം പലരും പല ഐഡിയാസും കൊണ്ട് വരും. അപ്പോൾ ഒരാൾ പറയും, ഇല്ല അവൾ ഒന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അല്ല അവളുടെ ഡ്രസ്സിങ് ശരിയല്ല അതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് കോമൺ ആയിട്ട് കേൾക്കാവുന്ന പല വോയിസുകളും ഇതിനകത്ത് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചില സിറ്റുവേഷൻസിൽ ചില കാര്യങ്ങളിൽ അവർക്ക് ആ സർക്കംസ്റ്റാൻസ് കാരണം അവർ നിൽക്കുന്ന സ്റ്റാൻഡിൽ നിന്ന് അവർ സ്റ്റാൻഡ് വിട്ടു പോകുന്നു, അതായത് സ്റ്റാൻഡ് മാറ്റുന്നു, അവരെടുത്തിരിക്കുന്ന സ്റ്റാൻഡ് എന്താണോ അതിൽ നിന്ന് അവർ മാറുന്നു. അപ്പം ഇങ്ങനെയുള്ള പല ടൈപ്പ് ആൾക്കാർ നമ്മൾ സൊസൈറ്റിയിൽ തന്നെ കാണാൻ കിട്ടും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഒരു സിറ്റുവേഷനാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, wherein this incident has happened, and ഈ ഇൻസിഡൻറ്റിനോട് ഇവർ റിയാക്ട് ചെയ്യണം. ശരിക്കും ഒത്തുകൂടുന്നത് ഇതിനൊരു കൺക്ലൂഷൻ ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിനാണ്. അവർക്ക് പോലീസിൻ്റെ അടുത്ത് പോകാൻ മേല, അവർക്ക് ലോ they don't want to approach the law, but they want to sort it out among themselves. ഇത് എങ്ങനെ ഇവർ ചെയ്യുന്നു. അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ടൈപ്പ് ഓഫ് സൊസൈറ്റി വോയിസ് എന്ന് പറയാം. അതായത് അവർ വിൽ ദേ സ്റ്റാൻഡ് ഇഫ് ദ പെർപെട്രേറ്റർ ഈസ് ആക്ച്വലി എ വെരി ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ, അവർ ആ പെർപെട്രേറ്ററിനെ സപ്പോർട്ട് ചെയ്യുമോ അതോ വിക്ടിമിനെ സപ്പോർട്ട് ചെയ്യുമോ, അങ്ങനെയും ഒരു കാറ്റഗറി ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ ശരിക്കും സൊസൈറ്റിയിൽ കാണുന്ന ടൈപ്പ് ഓഫ് ആൾക്കാർ തന്നെയാണ് ഇതിനകത്തും കാണിച്ചിരിക്കുന്നത്. അപ്പം അവരെല്ലാവരും ഒരു നോർമൽ ഒരു ലോവർ മിഡിൽ ക്ലാസ് സെറ്റപ്പിൽ നിന്ന് വരുന്ന ആക്ടേഴ്സാണ്. എല്ലാവർക്കും അവരുടേതായ പ്രാരാബ്ദങ്ങളും പ്രോബ്ലംസും എല്ലാം ഉണ്ട്, ഇവരുടെയൊക്കെ ബാക്ക് സ്റ്റോറീസ് ഉണ്ട്, അവരൊക്കെ വർക്ക് ചെയ്യുന്ന സർക്കംസ്റ്റാൻസസ്, എന്നിട്ട് അവർ ഈ തിയേറ്ററിൽ വന്ന് അവർ ഈ പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഇറ്റ് ഈസ് എ പ്ലേ ഇൻസൈഡ് എ ഫിലിം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഇത് സംഭവിക്കുന്നതും അങ്ങനെ ഒരു പ്ലേ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സെലിബ്രേഷൻ ഇവൻറ്റിലാണ് ഈ ഇൻസിഡൻറ്റും സംഭവിക്കുന്നത്. അപ്പോൾ വളരെ രസകരമായിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത്, ദ വോയിസ് ഓഫ് സൊസൈറ്റി. സോ ഹാറ്റ്സ് ഓഫ് ടു ആനന്ദ് കർഷി ഫോർ ദാറ്റ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, അതില്ലെങ്കിൽ ഇതില്ല എന്ന് പറയാം, അതായത് ആക്ടിങ്. അപ്പോൾ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രീംലി നാച്ചുറൽ ആക്ടിങ് ബൈ സരീൻ ഷിഹാബ്, ഹൂ ഈസ് പ്ലേയിങ് ദ വിക്ടിം. അതുപോലെ തന്നെ ഇപ്പോൾ സരീൻ ഷിഹാബിൻ്റെ കാര്യം തന്നെ കൂടുതൽ പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഫാമിലി മാനിലൊക്കെ ഒരു ക്രൂഷ്യൽ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഉടനീളം ഉള്ള ഒരു ക്യാരക്ടർ, ആൻഡ് ഷീസ് ദ ലീഡ് ക്യാരക്ടർ. ഒബ്വിയസ്ലി യു വിൽ സി എ ലോട്ട് ഓഫ് ഹെർ, ആൻഡ് ഷീസ് എക്സലൻറ്റ്. എന്തൊരു ന്യൂആൻസ് ആണ്. ഞാൻ ആലോചിച്ച് ഇത്രയും എങ്ങനെ ഇത്രയും ഹൊറർ ഫിലിംസ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഇത്രയും എങ്ങനെ ന്യൂആൻസ് കൊണ്ടുവരാൻ പറ്റും. ബട്ട് ഷീ ഈസ് ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് റിയലി സംബഡി ടു വാച്ച് ഔട്ട് ഫോർ, ആൻഡ് ഭയങ്കര കഴിവുള്ളൊരു ആക്ട്രസ് ആൻഡ് വെരി നാച്ചുറൽ. And so the way she portrayed this character was amazing and sensitive, and the whole backdrop of theatre itself gives it a great vibe. On top of that, ആൾ പൊളിയാണ്, ഭയങ്കര രസമായിരുന്നു ആക്ടിങ്. അത് തന്നെ കണ്ടുകൊണ്ടിരിക്കുക നമുക്ക് ശരിക്കും.
പിന്നെ വിനയ് ഫോർട്ട് ഉണ്ട്, അത് പിന്നെ പറയേണ്ട കാര്യമില്ല. ഹീസ് എൻ എക്സലൻറ്റ് ആക്ടർ. ആൾക്ക് കഴിവുണ്ടെന്ന് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. ആൻഡ് ഹീസ് വൺ ഓഫ് ദോസ് ഗൈസ് ഹു കെൻ ഈസിലി ഡു ഓൾ ദീസ് ഓഫ് ബീറ്റ് റോൾസ്. ഹീസ് റിയലി ഗുഡ് വിത്ത് എനിത്തിങ് ഓഫ് ബീറ്റ്. And the thing about him is most of the characters in this, actually we don't get to know whether they have a grey shade or not. They all have grey shade, right? അപ്പോൾ എല്ലാവർക്കും ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഉള്ളത് കലാഭവൻ ഷാജോൺ. ഹീസ് എൻ എക്സലൻറ്റ് ആക്ടർ. ഒരു രക്ഷയില്ല, ഭയങ്കര രസമായിരുന്നു പുള്ളിയുടെ ആക്ടിങ്. ആൻഡ് ഹീ ഹാസ് ദറ്റ് കണ്ണിങ് ക്രൂക്കഡ്നെസ്, ബട്ട് അറ്റ് ദ സെയിം ടൈം നൈവ്, പൊട്ടത്തരം, അങ്ങനെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടൊരു തരത്തിലുള്ള ഒരു ക്യാരക്ടർ പോർട്രേൽ റിയലി ലൈക്ക് സോ ഗുഡ്. ആൻഡ് അങ്ങനെ ഒരു പോർട്രേൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാവില്ല ആക്ച്വലി ഓൺ ദ സർഫേസ് ഓഫ് ഇറ്റ് വെദർ ഹീസ് എ വില്ലൻ ഓർ വെദർ ഹീസ് എ ഗുഡ് ഗൈ ഓർ വെദർ ഹീസ് ജസ്റ്റ് mistaken because of how he portrays himself, അങ്ങനെ ഒരു പോർട്രേൽ എക്സലൻറ്റ്. ആൻഡ് ദ കാസ്റ്റിംഗ് ഇസ് ബ്യൂട്ടിഫുൾ. എല്ലാ ആക്ടേഴ്സിനെ എല്ലാവരുടെയും പേര് നമുക്ക് അറിയത്തില്ല ആക്ച്വലി, ബിക്കോസ് probably they have not done as many films, but they're all very very good actors. അപ്പം you have to really watch it for the acting as well, and very very good writing and excellent concept. I have no words, like it's just a concept that is been executed so well. It's a concept, really it's a concept, and you can actually peel off multiple layers and start analyzing it, because there is a lot to analyze. And each time it hits you when a person speaks that this is, oh okay, I have encountered a person like this before. You will actually get that kind of deja vu when each of those people speak, so it's not just the victim and it's not just the perpetrator, but it is the spectators or the people who are decision makers or the people who have to take a stand. And the most striking thing was this is happening in theatre, where the theatre is not always a safe space for women. Similarly, film space is also not a very safe space for women, and this is the perception, and this is sometimes obviously backed up with facts too. So of course every field has its own dangers for women, but here the theatre space is what has been considered as a place where it's not really safe, and it's not a completely unsafe environment that they're showing, but a circumstance that makes something happen. Okay, so this is what the premise is of the whole thing, but I would just advise you to go and watch it, and completely just, and there's a lot of satire, and it's kind of like a dark humor as well, so you really enjoy the whole thing, and you're also playing a Hercule Poirot here. Okay, who's the real perpetrator? അപ്പോൾ നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ഓക്കെ ആരാണ് ഇയാളായിരിക്കും, അല്ല ഇയാൾ ആ സമയത്ത് അവിടെയായിരുന്നു. So there's like this whole alibi thing and everything, so you're also trying to solve this mystery as things move along. So it's very very engaging. Do watch it, and must watch, and congratulations to Anand the Karshian team.